ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 തേങ്ങയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് 2 തേങ്ങ പൊട്ടിച്ച് ഞാനിങ്ങനെ തിരുമ്മിയെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ആ 2 തേങ്ങയും കൂടെ തിരുമ്മി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഇരുമ്പെട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ തേങ്ങയാണെങ്കിൽ വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ തേങ്ങ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞാൽ ചമ്മന്തിപ്പൊടി കൊള്ളില്ല കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ കുറച്ച് പുളി നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് ഇതൊരു ബ്രൗൺ ഷെയ്ഡാവും കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആവുമെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് ചുമന്നുള്ളി എടുക്കണം കേട്ടോ. അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി എടുക്കണേ. ഇഞ്ചിയും കൂടെ ഇതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം ഒരുവിധം ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിക്കകത്തിട്ടത് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മെനക്കേടാണ് കേട്ടോ, കാരണം വെച്ചാൽ തേങ്ങയൊക്കെ തിരുമ്മി വറുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലോ, അതേ ഉള്ളൂ. ചമ്മന്തിപ്പൊടി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം എന്തായാലും ഇന്നേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ആൻഡ് ബൈ.